അമ്മയും പെങ്ങളും കൂടെ കല്യാണത്തിന് പോയതുകൊണ്ട് വീട്ടിൽ ഇന്ന് നിൽക്കാൻ ഒരു രസമുണ്ട്. അളിയോ ആ യോ ഒന്നും പറയണ്ട, രാവിലെ പോയ പോക്കാ. എവിടെ പോയായിരുന്നു ഇത്ര നേരം? അവിടെ വോളിബോൾ നടക്കുമല്ലയോ, ഫുട്ബോള്, അത് കാണാൻ പോയായിരുന്നു. ഇത്ര നേരം? പിന്നെ വേറെ അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്തുവാ? അളിയാന്ന് ഇതിൽ ഏതെങ്കിലും ഒരു വിരളി തൊട്ടെ. അളിയുടെ പണി നോക്കളേ, ചുമ്മാ ഒരു വേലയും കൊണ്ടുവരുന്നു. അളിയ എന്റെ ഈ വിരളി തൊട്ടത് നമ്മുടെ സദാശിവൻ ചേട്ടനല്ലേ, പുള്ളിയുടെ മൂത്ത മോനെ ഓട്ടോ എടുത്തു, അറിയാമോ? എന്റെ ഈ വിരളി തൊട്ടതിന് ശേഷം അവനാ ഭാഗ്യം ഉണ്ടായത്. അവന് ലോൺ എടുത്തല്ലേ വണ്ടി എടുത്ത്? ലോൺ എടുത്തിട്ടാണോ? രമണി ചേച്ചി ആടിനെ പശുവിനെ വാങ്ങിച്ചു, അതും എന്റെ ഈ വിരളി തൊട്ടിട്ടാ. അത് അവരുടെ മാല പണയം വെച്ചിട്ട് എടുത്തതാ. അളിയനൊരു കാര്യം ചെയ്യാവോ? അളിയന്റെ നാള് പൂയല്യോ അല്ലേ? പൂയല്യോ അല്ല, ആയില്യം. ആയില്യമല്ലോ. ആയില്യം ഈ മാസം അളിയന് വെച്ചടി കയറ്റാ ലോട്ടറി അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറെ പണിയില്ല, ഒരു വിശ്വാസം ഇല്ലല്ലോ? ഒരു വിശ്വാസമില്ല, വേറെ പണി നോക്ക്. ഓക്കെ, അളിയൻ പറഞ്ഞത് കറക്റ്റ് ആണോ? അറിയല്ലോ, ഇവിടെ ഇങ്ങോട്ട് മാറ്റി ഇട്ടിരിക്കുന്നു. ഈയിടെ എന്റെ മൊബൈൽ ഞാൻ എവിടെ വെച്ചു? ഏത് പറഞ്ഞില്ല തൊടണ്ടേ? എന്റെ മൊബൈൽ ഞാൻ എവിടെ കൊണ്ടുവന്ന് വെച്ചു? ഇത് എന്തൊരു നാശമാന്ന് പറ. ഏത് പറഞ്ഞില്ല? കൈവിടികളായി എനിക്ക് ചുമ്മാ കളിച്ചോണ്ടിരിക്കരുത്. ഈ വിരലിലല്ല, ഈ കയ്യിലെ വിരലിൽ തൊടണം. തൊട്ടു. അപ്പൊ ഇന്ന് ബാലയുടെ റിഹേഴ്സൽ ഉണ്ട്. അയ്യേ, അതിനായിരുന്നു, വേറെ പണിയൊന്നും ഇല്ല. ഒരു വേല വെപ്പിച്ചു. അച്ഛൻ ഇപ്പൊ വരും, ബാലയുടെ റിഹേഴ്സൽ ഉണ്ടെന്നാ പറഞ്ഞ. പിന്നെ ഇന്നത്തെ ബാല എന്തോന്നറിയാമോ? വധം. അത് അച്ഛൻ ചെയ്യുന്ന എല്ലാ ബാലയും വധവും ഇല്ല. അതല്ലെന്ന്, രാക്ഷസ വധമാണ് നമ്മുടെ ബാല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ സഹോദരി ഉണ്ടല്ലോ, അവളെയും അമ്മയും കൂടെ എന്തിനാ കല്യാണത്തിന് പറഞ്ഞു വിട്ടെന്ന് അറിയാമോ? റിഹേഴ്സൽ നടത്താൻ വേണ്ടിയാ. എന്റെ സഹോദരി എന്നാലും അതിന്റെ ഭാര്യയാന്ന് പറയരുത് കേട്ടോ. വന്ന് പെട്ടുപോയി, ഒന്നും പറയേണ്ട കാര്യമില്ല. അച്ഛൻ എന്ത് ചെയ്യേ? അച്ഛനെ വിളിക്കടാ പെട്ടെന്ന്, ഇവിടെ പരിപാടി തുടങ്ങണ്ടേ? എനിക്ക് വേറെ പരിപാടി ഉണ്ട്, എനിക്ക് അങ്ങനെ കാര്യം പിടിച്ചോണ്ട് വയ്ക്കാനൊന്നും വയ്യ. രണ്ടുകൂടെ എന്തോ പരിപാടി? എന്തോ പരിപാടി? ഞാൻ ഈ സാധനമൊക്കെ എടുത്തോണ്ട് വരണ്ടേ? അമ്മേ മിനി, നാളെ ചെന്നാ മതി കല്യാണത്തിന്. ഇന്നേക്ക് വിട്ടേക്കുന്ന എന്തിനാണെന്നറിയോ? റിഹേഴ്സൽ. ഈ ബാല ഒരു പരുവാക്കണം നമുക്ക്. അത് പരുവാക്കണം. ഞാൻ ഈ വേൾഡ് കപ്പ് കണ്ടോണ്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങ് പോയി. അന്നത്തെ കളിയില്ലായിരുന്നു പിന്നെ, അന്നത്തെ അതൊക്കെയായിരുന്നു വേൾഡ് കപ്പ്. അതൊക്കെ മറന്നോടാ. അച്ഛൻ ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. അതല്ലല്ലോ, വേറെ കളിക്കാരനില്ലയോ? അത് കളികാരുണ്ടായിരുന്നല്ലോ, മർഡോണ. അതൊക്കെയായിരുന്നു കളി. അത് തന്നെയല്ല, അന്നും പെലെ ഉണ്ടായിരുന്നു. എന്റെ അപ്പൂപ്പൻ മരിച്ച് 16 ദിവസം പലയായിട്ട് ഞാൻ കളി. ആ പെലയല്ല, ഒരു ഫുട്ബോൾ കളിക്കാരൻ. അതൊക്കെയായിരുന്നു കളി എന്ന് പറഞ്ഞാൽ. അതൊക്കെയായിരുന്നു. എല്ലാം റെഡി ആണല്ലോ. ഞാൻ ആദ്യം ബുക്കൊക്കെ ബാലയുടെ ബുക്കെന്തി. അപ്പൊ ഈ അച്ഛൻ ഇതുവരെ ഒരു കാലത്ത് ഈ നാടകം ബാലയെ കാണാതെ പഠിച്ചിട്ടില്ലേ? കാണാതെ പഠിച്ചിട്ട് ഈ ആഴ്ചയിലെ കഥ പൂർത്തിയായത്. ഇനി കലാകാരന്മാർക്കൊക്കെ രാജയോഗ. മുഖ്യമന്ത്രി ചെയ്ത് അറിയാവോ? പിന്നെ അത് കാണിച്ചത് പറഞ്ഞത് വല്ല അറിഞ്ഞോ? പറഞ്ഞത് എന്തോ പറഞ്ഞു. 10 മണി കഴിഞ്ഞും ചിലപ്പോ നമുക്ക് പ്രോഗ്രാം നടത്താൻ അവസരം കിട്ടും. 3 ബാല വെച്ച് കളിച്ച് കേറ്റത്തില്ലയോ? ആദ്യം ഒരെണ്ണം കളിക്കാൻ നോക്ക്, പിന്നില്ലേ 3 ഇവന്റെ ജോലി, ബാങ്കിലെ ജോലി കളയിച്ചത് ഞാനാ. എന്തിന്? സീസണാ വരുന്ന കളിച്ച് കേറ്റരുതോ? മരുമോന് ജോലി കളഞ്ഞിട്ട് ആവേശത്തോട് പറയുന്നു. നിങ്ങൾ ഇതിന്റെ ആ രസം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാ. ഞാൻ ചോദിക്കട്ടെ, അവൻ 2 പാത്രം കയറ്റും, നീ എത്ര പാത്രം കയറ്റും? കഞ്ഞിയാന്നേ ഞാനൊരു 3-4-5 പാത്രം കയറ്റും. എടാ അതല്ല, എത്ര കഥാപാത്രം കയറ്റും? കഞ്ഞി കയറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കഥാപാത്രം എന്നോട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? രാജഗുരു, പിന്നെ എന്തോ ഒരു മുനി, അഭിഭാഷകൻ അല്ല വിദൂഷകൻ. വിദൂഷകനും അസൂയിക്കും കുശുമ്പിനുള്ള റോൾ ഉണ്ടോ? അതാർക്കാ? അമ്മായി വിളിച്ചു കൊടുക്കായിരുന്നു. അമ്മയെ കൊണ്ട് അതിനകത്ത് ബാലക്കത്ത് വേണ്ടി നമ്മൾ 3 മതി. ഈ 2 മുമ്പൊന്നും കഥാപാത്രം വെച്ച് ചെയ്യണം, മനസ്സിലായല്ലോ? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിദൂഷകന്റെ റോൾ എന്തുവാ അതിനകത്ത്? വിദൂഷകന്റെ റോള് ഒന്നുമില്ല, ചുമ്മാ വന്നും പോയി നിൽക്കുന്നു. ഓക്കെ, ആദ്യം എന്തോ പരിപാടി പറ. ആദ്യം അനൗൺസ്മെന്റ് അങ്ങനെ ചെയ്യും. ഞാൻ രാജാവാകാം. സംഭൂജിരായ ഗുരുജനങ്ങളെ, പത്തനംതിട്ട മോഹൻ തിയേറ്റേഴ്സ് ബഹുമാന പുരസ്കാരം അണിയിച്ചൊരുക്കുന്ന അച്ഛാ എത്രാമത്തെ ബാലയായിരുന്നു ഇതോ? 10-15 പറ. 15ാമത് നൃത്ത സംഗീത നാടകം തെറ്റിപ്പോവായെങ്കിൽ കൊല്ലും ഞാൻ. തെച്ചിപ്പൂങ്കാവിലെ നാറാട്ട്. നാടക രചന മോഹനൻ. കെ മോഹനൻ. അച്ഛാ, ഈ കെ മോഹൻ ആരായിരുന്നു? കെ മോഹൻ അങ്ങനെ ഒരാളൊന്നുമില്ല, ഞാൻ നീ പറ. കെ മോഹനൻ ഇത് ഡയറക്ടർ. സംവിധാനം ആരാന്ന് വെച്ചാ പറഞ്ഞില്ല. ഞാനാന്ന് പറയടാ. സംവിധാനം ഞാനാന്ന്. എടാ പേര് പേര് സുന്ദരൻ. എടാ സുന്ദരൻ, നീ അങ്ങ് വായിച്ചാ മതി. സംവിധാനം സുന്ദരൻ. ഗാനങ്ങൾ അഥവാ പാട്ടുകൾ കൈതപ്രൻ രചന. കൈതപ്രൻ ദാമോദരൻ നമ്പൂരിയാണോ? അല്ലെന്നെ, കൈതപ്രത്തുള്ള രചന എന്ന് പറഞ്ഞൊരു കൊച്ചാ. കൈതപ്രം രചന. സംഗീതം SP വെങ്കടേഷ്. അച്ഛാ,
സംഗീത SP വെങ്കടേഷാണോ? അല്ല, നമ്മുടെ കളമശ്ശേരി സ്റ്റേഷനിലെ SP. വെങ്കടേഷ് സാർ രംഗപണം. അതായത് സ്റ്റേജിന്റെ അകത്തെ വർക്കുകൾ ആർട്ടിസ്റ്റ് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ അത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയത്. അതങ്ങനെ പറഞ്ഞാൽ മതി, നമ്മുടെ അത്രേ ഉള്ളൂ. നമ്മുടെ അല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ. അടുത്ത ഇനിയും ഒരു വെല്ലിന് ബാല ആരംഭിക്കും. ഫസ്റ്റ് വെല്ല്. ഞാനെന്തുവാ പറഞ്ഞേ? നീ രാജഗുരു എന്തെങ്കിലും അടിച്ചോ? സാധനം ഇരിപ്പുണ്ടോ? രാജപുരി ഞാനാ. ആ മന്ത്രി എടുത്ത് വെച്ചേ, ശരിയോ നോക്ക്. ഞാൻ തുടങ്ങാൻ പോന്നേ. മാറ്റിക്കോ, തുഫാൻ വരുന്നു. തുഫാൻ വരുന്നു, മാറിക്കോ. അതിന് ഇവിടെ എവിടെ കഞ്ചാവും മയക്ക് വരുന്നു. മയക്കുമരുന്നല്ല, എനിക്ക് തുഫാൻ വരുന്നു. ഉത്തരത്തെ ചത്തിരിക്കും താക്കോലി. അല്ല, ഉത്തരപുരിയിലെ ചന്ദ്ര മഹാരാജാവിന്റെ താക്കീത്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നാളെ 4 നാരങ്ങ കൊണ്ടുവന്ന് വെള്ളം വീട്ടി ഞാനങ്ങ് തരട്ടെ. അല്ലേ, പിന്നെ 4 നാഴിക നേരം വെളുക്കുമ്പോൾ നമ്മൾ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നു. അതിനുവേണ്ടി നമ്മൾ പോരാടൂ. അതാ പ്രോപ്പർട്ടി അതെടുത്തോ. അച്ഛാ പിന്നെ പരിചയമില്ല. ഇത് പാലെടുത്ത് പരിചയമില്ലെന്നോ? അല്ലെന്ന് അച്ഛൻ തടയാനുള്ള രാജു പേടി രക്തത്തിൽ ഇടാണു. അടി ചുമ്മാ കൊണ്ടുവന്നിട്ടില്ല അച്ഛാ. ബാളൊക്കെ അടുത്ത തോഴി വരുവാ. ഞാൻ തോഴിയായിട്ട് ഇപ്പൊ വരുവേ. അമ്മ മിനി മരുന്നിപ്പോ വേണം. പെട്ടെന്ന് അമ്മ മിനി മരുന്നിപ്പോ കാര്യങ്ങൾ നീക്ക്. ഇപ്പൊ ഇവിടെ പറഞ്ഞേ ഇംഗ്ലീഷ് വാദം പാടിക്കാൻ നിന്നോ. അമ്മ മിനിയും വരും ഇപ്പം. ഈ പാട്ടാന്ന് ഇടാൻ പറഞ്ഞ നീ ഏത് പാട്ടാ ഇപ്പൊ അവിടെ കൊണ്ടുവന്നിട്ടത്? അയ്യോ അത് മാറിപ്പോയതാ. ഒരു കാര്യം അടുത്തത് നമ്മളെ തൂഴിയും ആരെയും കണ്ടില്ലല്ലോ മഹാമന്ത്രി. സുന്ദരം, അതിസുന്ദരം ഒന്നുമല്ല. നമുക്ക് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ അതിനുവേണ്ടി പുതിയ സമൂഹ സദ്യക്ക് വാർപ്പെടുക്കണം. വാർപ്പല്ല, അണ്ടാവ്. അങ്ങനെ എഴുതി വെച്ചേക്കുന്ന തന്തപ്പൊടി വന്ന് നാക്കെ അങ്ങോട്ട്. അങ്ങനെ പുതിയ സമൂഹത്തെ വാർത്തെടുക്കണം. അങ്ങനെ വായിക്കും. അതിനുവേണ്ടി മഹാമന്ത്രിക്ക് എന്തുണ്ട് പറയാൻ? എന്റെ ആണോ? അല്ല, അങ്ങ് പോയി നിൽക്കേ. കണ്ണത്താ ദൂരത്ത് പോയി നിൽക്കുവാടെ. സൗവർണികാമൃതം വീജികൾ പാടും സഹസ്രനാമങ്ങൾ. ഒഴിവാ കൊട്ടാരത്തിലെ ഞാനാണ് ഈ കൊട്ടാരത്തിലെ മൂത്ത കോഴി. അന്തപ്പടി നിങ്ങളില്ലേ എഴുതി വെച്ചത്? നിങ്ങൾ തന്നെ അങ്ങ് തെറ്റിക്കുവോ? അല്ല, ഞാൻ മൂത്ത തോഴി. മൂത്ത തൊഴി. എന്താ ആകപ്പാടെയുള്ള ഉദ്ദേശം? ആകപ്പാടെ നല്ലടാ. ആകമാനമുള്ള ഉദ്ദേശം കൊച്ചിരായൻ യുദ്ധത്തിന് മാപ്പൻ. കൊച്ചിരായൻ രാജാവിന്റെ മോന്. രാജകുമാരൻ അങ്ങ് പറഞ്ഞു. കൊച്ചിരായനല്ലേ? അപ്പൊ അത് മാറ്റണം. കൊച്ചിരായനല്ല. ഇതാര് പറഞ്ഞു യുദ്ധത്തിന് പോകാൻ പറ്റത്തില്ലെന്ന്? റാണി പറഞ്ഞു വിട്ടിരിക്കുന്നു. റാണി നിന്നെ അങ്ങ് അഴിച്ചു വിട്ടേക്ക് വന്നു. റാണി നല്ലെന്ന്. റാണി പറഞ്ഞു വിട്ടിരിക്കുന്നു. യുദ്ധത്തിൽ പങ്കെടുത്താലുള്ള കാര്യം, അതിന്റെ ദോഷവശങ്ങൾ എന്താണെന്ന് മഹാറാണി പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ല. അത് വേറെ ഒന്നും പറഞ്ഞില്ല. ഇത് ബാലനുള്ളതല്ലേ? പിന്നെ എന്തോ അർജന്റീന 1000 രൂപ വേണം. അപ്പൊ എനിക്ക് 500 രൂപ മനസ്സിലാ. അങ്ങനെ 300 രൂപ എനിക്ക് ഫ്രാൻസിനാ. നിങ്ങൾ രാജ്യത്തിന് പേര് പറഞ്ഞ് കളിക്കുന്നത് എന്തിനാ? എന്തോ ചോദിച്ചേ? എനിക്ക് അർജന്റീന ഒരു 500 രൂപ വരെ. അർജന്റീന 500 രൂപ വേണമെന്നോ? കേട്ടോ, ഞാൻ ഓർത്ത രാജ്യം പറഞ്ഞ് കളിക്കുക. ഞാൻ പറഞ്ഞ ഫ്രാൻസിനെ. അത് പിന്നെ ഞാൻ പോയി മുനിയായിട്ട് വരട്ടെ. മിനി അമ്മയുടെ കല്യാണത്തിന് പോയി. അല്ലെന്ന് മറ്റേ ഇങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ അത് മുനി. അതുമായിട്ട് വരട്ടെ. കുറച്ചൊരു ഇടവേള കുറവ് ഒരുങ്ങാൻ പോവാണെങ്കിൽ. ഇടവേള നിൽക്ക്. മുനിയല്ലേ വരേണ്ടത്? മുനി സൂചന 24/7/2027 377 നമ്പർ 1,27,000 രൂപയും അതിന്റെ പലിശയും 25-ാം തീയതി അടയ്ക്കാത്ത പക്ഷം വീടും പുരയിടവും സ്ഥാപന ഇതിനകത്തുള്ളതൊന്നുമല്ല. ഇത് സൊസൈറ്റിയിലെ ജപ്തി നോട്ടീസ് അറിയാൻ കൊണ്ട് വെച്ചേ. സൊസൈറ്റിയിലെ ജപ്തി നോട്ടീസ്. സരസ്വതിയെ, നീ എന്റെ ബാലയുടെ ബുക്കിനകത്ത് സൊസൈറ്റിയിലെ നോട്ടീസ് എടുത്ത് വെച്ചോ? ഞാൻ എടുത്തു വെച്ചു. എന്തിനെടുത്ത് വെച്ചേ?
ഞാൻ ഒരു കാര്യം ഞാൻ പറയേക്കാം, അവിടെ ബാല കളിക്കരുത്, ബാല റിഹേഴ്സൽ ചെയ്യരുത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ആരിവിടെ ബാല കളിച്ചു? ആര് ബാല കളിച്ചെന്നോ? ആര് ബാല കളിച്ചു? നല്ലൊരു കലയാണ് ബാല എന്ന് പറയുന്നത്. അതിനെ കളിയാക്കാനും നല്ല കലാകാരന്മാരെ പറയിപ്പിക്കാനും അച്ഛനും മക്കളും കൂടെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. ഈ പരിപാടി അവിടെ നിർത്തിയേക്കണം. ഇവിടെ അതിന് ആര് ബാല കളിച്ചു? കാരണം നിങ്ങൾ കളിച്ചില്ലേ അവിടെ? ഞങ്ങൾ ഇവിടെ ആരും ബാല കളിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അറിഞ്ഞില്ലല്ലോ. അല്പസമയം ഇടവേള. അതൊക്കെ ഉണ്ട്. മുനി വന്നില്ല. നീ വന്നില്ല മിനി. അല്പസമയം ഇടവേള വെച്ചല്ലോ. ഇടവേള വെച്ചോ. നമ്മളെ ഈ പരിപാടിക്ക് പോകുന്ന കാര്യം എങ്ങനെ? പരിപാടിക്ക് പോകുന്ന കാര്യം മറ്റേ എടാ നീ എന്തോ വണ്ടിയുടെ കാര്യം പറ. ഓരോ വണ്ടിയുടെ കാര്യം എല്ലാം വിട്ടോ. മിനി ബസ് വിളിച്ചു. മിനി അമ്മയും കൂടെ ബസ്സിന് അങ്ങ് വരും. അല്ല മിനി അറിയില്ലയോ? മിനി ലോറി അതിന് പോയാ നമ്മൾ 3 പേരല്ലേ ഉള്ളു. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പെട്ടിക്കോട്ട വിളിച്ചങ്ങ് പോയാലോ? പെട്ടി പറയാ ലുക്ക് കിട്ടുകയല്ലോ, ഒരു റൂം വേണ്ടേ? അന്ന് അങ്ങനെ തുടങ്ങി ഒരു മിനി ബസ് അങ്ങ് വിളിക്കും. മിനി ബസ് വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഓഡിയൻസിന് നമുക്ക് കൊണ്ടുപോകാം. നമ്മുടെ പരിപാടി നമുക്ക് വിജയിപ്പിക്കട്ടെ. പിന്നെ ആളെ കൊണ്ടുവരുന്നോ? പിന്നെ ഇടവേളയാണ്. 5 മിനിറ്റത്തെ ഉണ്ടല്ലോ. 5 മിനിറ്റ്. അച്ഛാ പിന്നെ ശ്രീധനത്തിന്റെ കാര്യം എന്തോ പറയുന്നു? ഇടവേള കഴിഞ്ഞു. ഇടവേള കഴിഞ്ഞില്ല, 5 മിനിറ്റത്തെ കാര്യം പറഞ്ഞു. ഇടവേള കഴിഞ്ഞെന്ന്. ശ്രീധനത്തിന്റെ കാര്യം എന്തോ പറയുന്നു? നിങ്ങളെ മകളെ ഞാൻ ഇത് കണ്ടോ? ഈ മുടി എന്തുവാന്ന് ചോദിച്ചോ നിങ്ങള്? അത് നീ എന്താ ഡൈ ചെയ്യാത്ത? ഡൈ ചെയ്യാത്തതോ? എന്റെ മുടി വളർത്തണം, ആനയ്ക്ക് ആവശ്യമാണെന്നും പറഞ്ഞോട്ട് നിങ്ങൾ എണ്ണ കാച്ചി തന്ന എണ്ണ തേച്ചാ ഈ മുടി നരച്ചിരിക്കുന്നത്. അതൊന്നും മാറ്റുന്നില്ല. ഡൈ അടിച്ച പോലെ. ഡൈ അടിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളെ മോളെ കൊണ്ട് നടത്തിക്കാൻ നാണക്കേട് വരുത്തി വെക്കും. നീ സ്ത്രീധനൊക്കെ അവിടെ നിൽക്കുന്ന തേക്ക് നിനക്കുള്ള ഇത്രയുള്ള ആ തേക്കും തൈ എനിക്ക് എന്താ കാണിക്കാനാ? അല്ല അത് വലുതാകത്തില്ലയോ? അതുവരെ ഞാൻ എന്തോ ചെയ്യും? അതുവരെ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതെ പിടിച്ചോണ്ട് നിന്നാ മതിയോ ഞാൻ ആ തേക്കും തയ്യല്? അതും പോട്ടെ, അളിയൻ ഇങ്ങനെ വളർന്നേക്കുവാ. അളിയന്റെ കാര്യത്തിൽ എന്തോ തീരുമാനം? അളിയൻ എന്തോ അവന് ഞാൻ അവൻ എടാ നിനക്ക് ഒരു പണിയുണ്ടോ? ഉണ്ടോ? ആ പെണ്ണിനൊരു പണിയുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ജീവിക്കാനാ? ഞാൻ ഈ ജീവിക്കുന്നത് എന്റെ പെണ്ണുമ്പിള്ള തൊഴിലുറപ്പിന് പോകുന്നോണ്ട് അറിയാവോ? അവളൂടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എടാ ഞാൻ നിന്നിൽ നല്ലൊരു നടനെ കാണുന്നു, നിനക്കൊരു അവാർഡ് കാണുന്നു. പിന്നെ എന്റെ അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ, ഇവന് ശ്രീധനം വാങ്ങിച്ചിട്ട് ആ ശ്രീധനത്തിന്റെ പകുതി എനിക്ക് തന്നേ പറ്റുള്ളൂ. എനിക്ക് ഇടവേള കഴിഞ്ഞില്ല. അളിയ പറ, ശ്രീധരൻ അളിയ കല്യാണം കഴിക്കണം. ഇടവേള കഴിഞ്ഞു. അതേ ഞാനും പറഞ്ഞോളൂ. ഇടവേള കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് തപ്പുന്ന എന്തിനാ? മോനിക്ക് നരച്ച താടിയാ വരേണ്ടത്. നരച്ചല്ലേ മുനി? മുനി നരച്ച മുരിയാണല്ലോ ഇത്. ഇത് നരച്ച ഇതുണ്ടോ? എന്തുമായാലും സ്റ്റേജിൽ നിൽക്കാനുള്ളതല്ലോ. അതാണ്ട് ഫോൺ അടിക്കുന്നു. അയ്യോ അവളാ അമ്മ തോന്നു കേട്ടോ. ഹലോ എന്തുവാ എടി നിങ്ങൾ എവിടാ? ഇത് വന്നോ? എപ്പോ വരും? ആണോ? അടിക്കും. ഈ വർഷം നമ്മുടെ നാടൻ തട്ട കയറത്തില്ലയോ? എനിക്കറിയത്തില്ല. അമ്മ മിനി മട്ട് കയറ്റി. അപ്പൊ എന്തോ ചെയ്യൂ നീ? അവര് വന്നു കഴിഞ്ഞാൽ ബാലയുടെ കാര്യം എന്തുവായി? ബാല ഈ പ്രാവശ്യം തട്ടയിലില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യും? തട്ട കയറത്തില്ല. തട്ടക്കറി അമ്മയുടെ മട്ട് മാറും. അച്ഛാ